ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് വൺ പീസ് അലാബസ്റ്റ സാഗയിലെ 62ാമത്തെ എപ്പിസോഡ് മുതൽ 135ാമത്തെ എപ്പിസോഡ് വരെയാണ്. ഇതിലുള്ള ഫില്ലർ ആർക്ക് മുഴുവൻ ഒഴിവാക്കിയാൽ ഏറെക്കുറെ 60 എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് ഈ സാഗയിലുള്ള എല്ലാ ആർക്കും അതിലുള്ള ഓരോ എപ്പിസോഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ടൈം കോഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ആർക്കാണോ കാണേണ്ടത് അത് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ജസ്റ്റ് ടൈം കോഡിലുള്ള സമയം ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ആർക്ക് കാണാം. സോ ഇതിന് മുൻപുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കുക, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പേരെടുത്ത് പറയത്തക്ക വിധം നല്ലൊരു വില്ലൻ ഉണ്ട്. സോ ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സാഗ നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പിസോഡ് കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. ലൂഫിയും ടീമും റെഡ് ലൈനിലൂടെ കയറി ഗ്രാൻഡ് ലൈനിലേക്ക് പോകാനുള്ള ഒരു ഭാഗമുണ്ട്. ആ ഒരു സ്ഥലത്തിന് നമുക്ക് റിവേഴ്സ് മൗണ്ടൻ എന്ന് വിളിക്കാം. അതായത് റെഡ് ലൈനിലൂടെ കയറി ഗ്രാൻഡ് ലൈനിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗം, ആ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് നമുക്ക് റിവേഴ്സ് മൗണ്ടൻ എന്ന് പറയാം. സോ ഇതിൽ ആദ്യത്തെ ആർക്കിന്റെ പേര് റിവേഴ്സ് മൗണ്ടൻ ആർക്ക് എന്നാണ്. ഇപ്പോഴാ റിവേഴ്സ് മൗണ്ടൻ ഇറങ്ങി വരുന്ന ലൂഫിയും ടീമും അവിടെ വെച്ചൊരു തിമിംഗലത്തിനെ കണ്ടു. വെറും സാധാ തിമിംഗലമല്ല, അവരെക്കാൾ ഒരുപാട് വലുതായിട്ടുള്ള ഒരു തിമിംഗലം. ഈ ഒരു തിമിംഗലത്തിന്റെ പേരാണ് ലബൂൺ. ലബൂൺ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, സാധാ ഒരു തിമിംഗലം. ഇപ്പൊ നമ്മുടെ ലൂഫിക്ക് അതിനെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ അതിന്റെ കണ്ണിനിട്ട് കുത്തി. ഇപ്പൊ ഇത്രയും നേരം വെറുതെ ഇരുന്ന തിമിംഗലം അവരെല്ലാവരും വിഴുങ്ങുന്നു. അങ്ങനെ അകത്തേക്ക് എത്തുന്ന ലൂഫിയും ടീമും കാണുന്നത് ആ തിമിംഗലത്തിന്റെ അകത്തൊരു വീട്. ആ വീട്ടിലൊരാളുണ്ട്, അയാളുടെ പേരാണ് ക്രോക്കസ്. ഈ തിമിംഗലത്തിന്റെ അകത്ത് ഇത്രയും വലിയ സെറ്റപ്പ് വന്നത് എങ്ങനെയാണെന്ന് ലൂഫിയും ടീമും അവരോട് ചോദിക്കുമ്പോൾ അയാൾ ലബൂണിന്റെ കഥ പറയുന്നു. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ റിവേഴ്സ് മൗണ്ടനെ ചുറ്റിപ്പറ്റി ഈ ക്രോക്കസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ സമയത്ത് ഗ്രാൻഡ് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൈററ്റ് സ്ക്രൂവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെറ്റാണ് ഈ ലബൂൺ. ഗ്രാൻഡ് ലൈൻ വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് ലബൂണിന് ഒരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്രാൻഡ് ലൈനിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നിന്നെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് ലബൂണിനെ ക്രോക്കസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവര് പോയി. പക്ഷെ അന്ന് പോയവര് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ഒരു കാലം അത്രയും ലബൂൺ അവന്റെ തല വെച്ച് ആ റെഡ് ബാളിനെ ഇടിച്ചുകൊണ്ടേയിരുന്നു. അതായത് കഴിഞ്ഞ 50 വർഷമായിട്ട് ലബൂൺ ആ റെഡ് ബാൾ ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് ലബൂണിന്റെ തല മുഴുവൻ മുറിയാണ്. അതുകൊണ്ട് ലബൂണിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്രോക്കസ് അവന്റെ അകത്തൊരു വീട് കെട്ടി അതിന്റെ അകത്ത് നിന്ന് തന്നെ ലബൂണിന് വേണ്ട മരുന്നും ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ലബൂണിനെ പറ്റിയുള്ള കഥകളൊക്കെ കേൾക്കുന്ന ലൂഫിയും ടീമിനും എല്ലാ കാര്യവും മനസ്സിലാവുന്നു. ഈ ഒരു സമയത്ത് മിസ് വെനസ്ഡേ ആൻഡ് മിസ്റ്റർ നയൻ എന്ന് പറയുന്ന രണ്ടുപേര് ലബൂണിനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അതിന് കാരണം ഇവർ വരുന്ന വില്ലേജിൽ അധികം ഭക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് ലബൂണിനെ കിട്ടിയാൽ അടുത്ത 2 വർഷത്തേക്ക് ഇവർക്ക് ഭക്ഷണമൊന്നും വേണ്ടി വരില്ല. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഇവർ ലബൂണിനെ കൊല്ലാൻ പോകുമ്പോൾ ലൂഫിയുടെ ടീം അവരെ അടിച്ച് കപ്പലിൽ കെട്ടിയിടുന്നു. അതിനുശേഷമാണ് ലൂഫിയും ലബൂണും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ലബൂൺ ഇനിയും റെഡ് ബാൾ ഇടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പരിക്ക് പറ്റി ലബൂൺ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ലൂഫി അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് പറയും, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയി തിരിച്ചു വന്ന് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. അന്ന് നീ ഇവിടെ ജീവനോടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നീ ഇനി റെഡ് ബാൾ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൂഫി ലബൂണുമായിട്ട് ഒരു പ്രോമിസ് ഇടും. അതിനുശേഷം ലൂഫി ക്രോക്കസിനോട് അവരുടെ ക്രൂവിലേക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടും. കാരണം അയാളൊരു ഡോക്ടറാണ്. ഇപ്പൊ ലൂഫിയുടെ ക്രൂവിൽ ഒരു ഡോക്ടർ ഇല്ല. പക്ഷെ ക്രോക്കസ് അതിന് സമ്മതിക്കില്ല, കാരണം അയാൾക്ക് ഒരുപാട് വയസ്സായി. അതിനുശേഷം നാമി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവളുടെ കോമ്പസ് നോക്കുമ്പോൾ ആ കോമ്പസ് ശരിയായിട്ട് പ്രവർത്തിക്കില്ല. അത് വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ക്രോക്കസ് പറയും, ഗ്രാൻഡ് ലൈനിൽ ഇതുപോലത്തെ കോമ്പസ് ഒന്നും വർക്കാവില്ല. അതിന് പകരം നിങ്ങൾക്ക് ലോഗ് പോസ് വേണം, എങ്കിലേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലോഗ് പോസ് എന്താന്ന് വെച്ചാൽ സാധാ ഈ ഈസ്റ്റ് ബ്ലൂ, നോർത്ത് ബ്ലൂ, സൗത്ത് ബ്ലൂ അവിടെയൊക്കെ പോകണമെങ്കിൽ നോർമൽ ഒരു കോമ്പസ് ഉണ്ടായാൽ മതി. കാരണം അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഗ്രാൻഡ് ലൈനിൽ അത് നേരെ തിരിച്ചാണ്. ഇവിടെ ഓരോ ഐലൻഡിലും ഓരോ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ലോഗ് പോസ്. നമ്മൾ ലോഗ് പോസ് വെച്ച് ഒരു ഐലൻഡിലേക്ക് കയറിയാൽ ആ ലോഗ് പോസ് ആ ഐലൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് പ്രവർത്തിക്കും. പക്ഷേ ഈ ലോഗ് പോസ് വെച്ച് ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല. കാരണം അടുത്ത ഐലൻഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഏത് ഐലൻഡിലാണ് ഇരിക്കുന്നത് ആ ഐലൻഡിൽ തന്നെ ഇരിക്കണം. പക്ഷെ ലോഗ് പോസ് റെക്കോർഡായി കഴിഞ്ഞാൽ അടുത്ത ഐലൻഡിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. പക്ഷെ ലോഗ് പോസ് പോലെയുള്ള മറ്റൊരു സാധനം കൂടെ ഈ ഗ്രാൻഡ് ലൈനിലുണ്ട്. അതിന്റെ പേരാണ് ഇറ്റേണൽ പോസ്. സാധാ ലോഗ് പോസിൽ ഓരോ ഐലൻഡിലേക്കും പോകുമ്പോൾ അടുത്ത ഐലൻഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ ഓൾറെഡി ഒരു ഐലൻഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിനി ഗ്രാൻഡ് ലൈനിന്റെ ഏതൊരു ഭാഗത്താണെങ്കിലും ഈ ഇറ്റേണൽ പോസ് വെച്ച് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. പക്ഷേ ഓരോ ഐലൻഡിനും ഓരോ ഇറ്റേണൽ പോസ് ആണ്. അത് പെർമനന്റ് ആയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ഇറ്റേണൽ പോസ് വെച്ച് അതിൽ എഴുതി വെച്ചിട്ടുള്ള ഐലൻഡിലേക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റൊരു ഐലൻഡിലേക്ക് പോകാൻ കഴിയില്ല. മറ്റൊരു ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ആ ഐലൻഡിന്റെ ഇറ്റേണൽ പോസ് കിട്ടണം. സോ ഇങ്ങനെയൊക്കെയാണ് കോമ്പസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ക്രോക്കസ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോഗ് പോസ് ലൂഫി ആൻഡ് ടീമിന് കൊടുത്തു. കാരണം അവർക്ക് ഇനി ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ലോഗ് പോസ് ആവശ്യമാണ്. അതറിഞ്ഞിട്ടാണ് ക്രോക്കസ് അയാളുടെ കയ്യിലുള്ള ലോഗ് പോസ് അവർക്ക് കൊടുത്തത്. അതിനുശേഷം മിസ് വെനസ്ഡേയും മിസ്റ്റർ നയനും അവരോട് പറയും, നിങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളെ വിസ്കി പീക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടാൽ മതി. അങ്ങനെ ഇനി ഇവർ പോകുന്നത് വിസ്കി പീക്ക് ഐലൻഡിലേക്കാണ്. അവിടേക്ക് ഇവർ എത്തുന്നതിന് മുന്നേ മിസ് വെനസ്ഡേയും മിസ്റ്റർ നയനും അവരുടെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതിനുശേഷമാണ് ഇവർ ആ ഐലൻഡിലേക്ക് എത്തുന്നത്. അവിടേക്ക്
എത്തുന്ന ലൂഫി ആൻഡ് ടീമിനെ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ വളരെ സന്തോഷത്തോടെ അവിടേക്ക് സ്വാഗതം ചെയ്യും. അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ സാധാരണ പൈററ്റ്സിനെ ജനങ്ങൾക്കൊക്കെ പേടിയാണ്. കാരണം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ആൾക്കാരാണ് ഈ പൈററ്റ്സ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഐലൻഡിലുള്ള ആൾക്കാർ ഇവരെ സ്വാഗതം ചെയ്യുമ്പോൾ ലൂഫിക്കും ടീമിനും അത്ഭുതമാവുന്നു. ഇതേ സമയത്ത് ആ നാടിന്റെ മേയർ അവിടേക്ക് വരുന്നു. ഇയാളുടെ പേരാണ് ഇഗരം. ഇയാൾ ലൂഫിയോടും ടീമിനോടും പറയും, ഇവിടെ വരുന്ന പൈററ്റ്സിനെല്ലാം ഞങ്ങൾ പാർട്ടി കൊടുക്കും, അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടെ പാർട്ടി ഉണ്ട്. അങ്ങനെ അന്ന് രാത്രി ലൂഫിയും ടീമും നല്ലതുപോലെ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തു. ലൂഫി ഒരുപാട് ഭക്ഷണം കഴിച്ച് അവനും ബോധം കെട്ട് കിടന്നുറങ്ങും. അതുപോലെ നാമിയും സോറയും ഒരുപാട് കുടിച്ചിട്ട് ബോധം പോയിട്ടുണ്ടാവും. ആക്ച്വലി പാർട്ടിക്ക് ശേഷം ഇവരുടെ എല്ലാവരുടെയും ബോധം പോയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇഗരം പോയിട്ട് മിസ്റ്റർ നയനെയും മിസ് വെനസ്ഡേയും കാണുന്നത്. സോ ഇയാളാണ് ഇവർ രണ്ടുപേരെയും ലബൂണിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചത്. കാരണം ഇവരുടെ വില്ലേജിൽ ഫുഡില്ല. ഇവരുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന ഫുഡ് ഉപയോഗിച്ചിട്ടാണ് ലൂഫിക്കും ടീമിനും പാർട്ടി നടത്തിയത്. പക്ഷേ അതിന് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്. ലൂഫിയുടെ ബൗണ്ടി ഇപ്പോൾ 30 മില്യൺ ആണ്. അതുകൊണ്ട് അവനെ പിടിച്ചെടുത്ത് ആ പൈസ വെച്ച് ഇവർക്ക് ഫുഡ് വാങ്ങാമെന്ന തീരുമാനത്തിലാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ മേയർ ലൂഫിയും ടീമിനെയും പിടിക്കാൻ വേണ്ടി എല്ലാവരോടും പറയുന്ന സമയത്താണ് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സോറോ കേൾക്കുന്നത്. എന്നിട്ട് സോറോ അത്രയും വില്ലേജേഴ്സിനെ അടിച്ചു തോൽപ്പിക്കുന്നു. ഈ ഒരു സമയത്താണ് പുറത്തുനിന്ന് 2 സ്ട്രേഞ്ചേഴ്സ് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ആ വില്ലേജേഴ്സിനെ. ഇവരുടെ പേരാണ് മിസ് വാലന്റൈൻ ആൻഡ് മിസ്റ്റർ 5. ഇവർ രണ്ടുപേരും ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. അതിൽ മിസ്റ്റർ 5ന്റെ പവർ അവൻ എന്തിൽ തൊട്ടാലും അത് എക്സ്പ്ലോഡ് ചെയ്യാൻ കഴിയും. അതായത് അവൻ ഒരാളെ തൊട്ടാൽ പോലും അത് പൊട്ടിത്തെറിക്കും. അതുപോലെ മിസ് വാലന്റൈന്റെ പവർ അവൾക്ക് അവളുടെ ബോഡിയിലെ വെയിറ്റ് കൂട്ടാൻ കഴിയും. അതിന് എത്ര വേണമെങ്കിലും ടൺ കണക്കിന് വെയിറ്റ് വേണമെങ്കിലും ആക്കാൻ കഴിയും. ഇപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് മേയറുടെ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർ മേയറോട് പറയും, നിങ്ങൾ ബൊറോക്ക് വർക്സിന്റെ നിയമങ്ങൾ തെറ്റിച്ചു, അതുപോലെ നിങ്ങൾ ബോസിന്റെ പേര് കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞവര് മേയറെയും അവരുടെ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് കിളി വാരി നിൽക്കുന്ന സോറോയോട് മേയർ അവരെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. എന്ത് സഹായം എന്ന് വെച്ചാൽ മിസ് വെനസ്ഡേയെ അലാബസ്റ്റ കിങ്ഡത്തിൽ കൊണ്ടുപോയി എത്തിക്കണം. ഇയാളിത് പറയുന്ന സമയത്ത് അവിടെ നാമി ഉണ്ടാവും. നാമി അയാളോട് പറയും, ഞങ്ങളിത് വെറുതെ ഒന്നും ചെയ്തു തരില്ല, ഞങ്ങൾക്ക് പൈസ വേണം, പൈസ കൊടുക്കാന്ന് അയാളും സമ്മതിക്കുന്നു. ഇപ്പൊ ഉറക്കം എണീക്കുന്ന ലൂഫി അവിടെയുള്ള മിസ്റ്റർ 5നെയും മിസ് വാലന്റൈനെയും അടിച്ചു തോൽപ്പിക്കുന്നു. ഇതേ സമയത്ത് മിസ് വെനസ്ഡേ അവളുടെ ശരിക്കുള്ള പേര് വിവി ആണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ മേയർ വിവിയുടേതുപോലെ വേഷം മാറും. കാരണം അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇനിയും കുറെ പേര് വരും. അതുകൊണ്ട് അവരുടെയൊക്കെ ശ്രദ്ധ തിരിക്കാനായിട്ട് മേയർ ആ ഡ്രസ് ഇട്ട് ഒരു കപ്പൽ കയറി പോകുന്നു. പെട്ടെന്നാണ് ആ കപ്പൽ പൊട്ടിത്തെറിച്ചത്. ഇപ്പൊ ലൂഫിയും ടീമും വിവിയെ വിളിച്ചുകൊണ്ട് കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കപ്പലിലേക്ക് നിക്കോ റോബിൻ എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്ന് കയറുന്നു. അവളെ കാണുന്ന വിവിക്ക് മനസ്സിലാവും അവളൊരു ബൊറോക്ക് വർക്കിന്റെ മെമ്പർ ആണെന്ന്. ഇപ്പൊ റോബിൻ അവരോട് പറയും, നിങ്ങൾ ഇനി നിങ്ങളുടെ ഈ ലോക്ക് പോസ്റ്റ് വെച്ച് പോകുന്നത് ലിറ്റിൽ ഗാർഡൻ എന്നൊരു ഐലൻഡിലേക്കാണ്. പക്ഷെ അവിടേക്ക് നിങ്ങൾ പോകരുത്. കാരണം ഞങ്ങൾ കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തരുന്ന ഇന്റർണൽ പോസ്റ്റ് വെച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരില്ലാത്ത ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം. ഇതൊക്കെ കേൾക്കുന്ന വിവിക്കും ഒന്നും മനസ്സിലാവില്ല. കാരണം അവരുടെ ഒരു എനിമിയാണ് അവർക്കിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വിവി ലൂഫിയോട് പറയും, ഇവള് നല്ലവളല്ലാന്ന്. അത് കേട്ട ലൂഫി പറയും, ഞങ്ങൾക്ക് ഈ ഇന്റർണൽ പോസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ള ലോക്ക് പോസ്റ്റ് വെച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തന്നെ പോകും. അത് കേൾക്കുന്ന റോബിൻ ആവട്ടെ അവിടെ നിന്ന് പോകുന്നു. സോ ഇനി നമ്മുടെ ലൂഫിയും ടീമും അടുത്തായിട്ട് പോകുന്നത് ലിറ്റിൽ ഗാർഡൻ എന്നൊരു ഐലൻഡിലേക്കാണ്. അവിടേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിവി അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ തുടങ്ങി. അവൾ അലാബസ്റ്റ കിങ്ഡത്തിന്റെ രാജകുമാരിയാണ്, പ്രിൻസസ് വിവി. ഇപ്പോൾ അലാബസ്റ്റയിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ രാജാവിന്റെ സൈനിക പടയും അതുപോലെ ജനങ്ങൾ റിബൽ ആർമി എന്ന് പറയുന്ന ഒരു ആർമിയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇപ്പോൾ അലാബസ്റ്റയിൽ യുദ്ധം നടക്കുന്നത്. ഇതിനെല്ലാം കാരണം ക്രോക്കോഡൈൽ എന്ന് പറയുന്ന ഒരു വാർലോഡാണ്. പക്ഷെ ഇതിന്റെ പുറകിലുള്ളത് ഇവനാണെന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല. ജനങ്ങളുടെ മനസ്സിൽ ക്രോക്കോഡൈൽ ഒരു നല്ലവനാണ്, അവർക്കെല്ലാം സഹായം ചെയ്യുന്ന ഒരു ദൈവം. പക്ഷേ ഇതിന്റെ എല്ലാം പുറകിൽ ഇവനാണെന്ന് വിവി കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് വിവിയെ കൊല്ലാൻ വേണ്ടി കുറെ ആൾക്കാരെ അവൻ പറഞ്ഞയച്ചത്. ക്രോക്കോഡൈലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അലാബസ്റ്റയിലെ രാജാവിനെ അറിയിക്കണം, അതായത് അവളുടെ അച്ഛനെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് വിവി അലാബസ്റ്റയിലേക്ക് പോകുന്നത്. ഈ ക്രോക്കോഡൈല് ബൊറോക്ക് വർക്സ് എന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിലുള്ള ആൾക്കാർ മുഴുവൻ ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. സോ വിവി സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ബൊറോക്ക് വർക്സിൽ പോയി ഒരു സ്പൈ ആയി ജോലി ചെയ്തു. അങ്ങനെയാണ് ഈ യുദ്ധത്തിനെല്ലാം കാരണം ക്രോക്കോഡൈൽ ആണെന്ന് വിവിക്ക് മനസ്സിലാവുന്നത്. സോ ഇനി ക്രോക്കോഡൈലിന് എപ്പോൾ വേണമെങ്കിലും വിവിയെ കൊല്ലാം. അതിൽ നിന്ന് അവളെ രക്ഷിച്ച് അലാബസ്റ്റയിലേക്ക് എത്തിക്കേണ്ട കടമ ഇനി ലൂഫി ആൻഡ് ടീമിനാണ്. അതുപോലെ ഈ വിവിയുടെ കൂടെ കാറു എന്ന് പറയുന്ന ഒരു പെറ്റ് കൂടെ ഉണ്ട്. ഇതിന് ഞാനിപ്പോ പറയാൻ കാരണം ഈ പെറ്റും ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. നോക്കി വെച്ചോ. ഇപ്പൊ ഇവരുടെ കഥ ഇവിടെ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കോബിയെയും ഹെൽമിപ്പോയെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും ഷെൽ ടൗണിലെ മറൈൻ ഹെഡ് ക്വാർട്ടേഴ്സിലാണുള്ളത്. പണ്ട് രണ്ടുപേരും ശത്രുക്കളായിരുന്നെങ്കിലും പതിയെ പതിയെ രണ്ടുപേരും ഒരുമിച്ചു. ഇപ്പൊ ഹെൽമിപ്പോയ്ക്ക് അവന്റെ ഇപ്പോഴുള്ള ഈ ഒരു ലൈഫ് തീരെ ഇഷ്ടമില്ല. കാരണം പണ്ട് അവന്റെ അച്ഛന്റെ പവർ വെച്ച് അവൻ ഒരുപാട് തോന്നിയ ദിവസം കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് അവൻ മിസ് ചെയ്യുന്നത്. അപ്പൊ കോബി അവനെ നോക്കി പറയും, നീ ഇങ്ങനെ ഒരിക്കലും തളർന്നിരിക്കാൻ പാടില്ല, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് കോബി അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് അവിടേക്ക് മറൈനിലെ വൈസ് അഡ്മിറൽ ആയിട്ടുള്ള ഗാർപ്പും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ബോഗാർഡും വരുന്നത്. രണ്ടുപേരെയും നല്ലതുപോലെ നോക്കി വെച്ചോ, കഥയിലേക്ക് വേണ്ട മെയിൻ ക്യാരക്ടറാണ്. സോ ഇവർ രണ്ടുപേരും ഇവിടേക്ക് വരുന്ന സമയത്താണ് മോർഗൻ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നത്. അവനെ തടയാൻ വേണ്ടി കോബിയും ഹെൽമിപ്പോയും ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെയൊക്കെ മറികടന്ന് മോർഗൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ മോർഗനെ പിടിക്കാൻ വേണ്ടി ഹെൽമിപ്പോയും കോബിയും കാണിച്ച ധൈര്യം അത് ഗാർപ്പിന് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇനി ഗാർപ്പ് ട്രെയിനിങ് കൊടുക്കും. ഇവിടെ ലൂഫിയും ടീമും ലിറ്റിൽ ഗാർഡൻ എന്ന ആ ഐലൻഡിലേക്ക് എത്തി. നേരത്തെ റോബിൻ പറഞ്ഞതുപോലെ ആ ഐലൻഡിലെ ബൊറോക്ക് വർക്കിന്റെ 2 മെമ്പേഴ്സ് ഉണ്ട്. മിസ്റ്റർ 3 മിസ് ഗോൾഡൻ വീക്ക് എന്ന്
പറയുന്ന രണ്ടുപേരാണ് അവിടെയുള്ളത്. ഇപ്പൊ ഇവർക്ക് ലൂഫി അവിടെ എത്തി എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ അയക്കും. അത് അയച്ചത് ക്രോക്കോഡൈലാണ്. ഇവർക്ക് പോലും ക്രോക്കോഡൈൽ ആരാന്ന് അറിയില്ല. ക്രോക്കോഡൈൽ അവന്റെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുകയാണ്. ആകെ ക്രോക്കോഡൈൽ ആരാന്ന് അറിയുന്ന രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് വിവിയും ഒന്ന് റോബിനും. ഇവിടെ ലിറ്റിൽ ഗാർഡനിലേക്ക് കയറുന്ന ലൂഫി ടീമിനും ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവരുടെ ലോക്ക് പോസ് അടുത്ത സ്ഥലത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കുറെ സമയമെടുക്കും, ഏകദേശം 1 വർഷം എടുക്കുമെന്ന് നാമി അവരോട് പറയുന്നു. സോ അത്രയും കാലമൊന്നും അവർക്ക് കാത്തു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഐലൻഡ് നടന്ന് കാണാമെന്ന് പറഞ്ഞ് അവർ ഓരോരോ ടീമായി ഓരോ ഭാഗത്തേക്ക് പിരിയുന്നു. ഇങ്ങനെ പോകുന്ന ഇവർ കാണുന്നത് ഒരുപാട് ഡൈനോസേഴ്സിനെയാണ്. ലോകത്ത് നിന്ന് പണ്ടേ നശിച്ചുപോയ ഡിനോസർ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുമാത്രമല്ല ഇവിടെ 2 വലിയ ജയൻസും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ പേരാണ് ഡോറി ആൻഡ് ബ്രോഗി. ഇവരെ രണ്ടുപേരെയും വഴി പിരിഞ്ഞു പോകുന്ന ലൂഫിയുടെ ടീം കണ്ടുമുട്ടുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത്. ഈ സൗണ്ട് കേട്ട 2 ജയൻസും ഓടി വന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഇവർ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടുന്ന സൗണ്ട് കേട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ഇതുവരെ ഇവര് 23,000 തവണ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒറ്റൊരു ഫൈറ്റിൽ പോലും ആരും ജയിച്ചിട്ടില്ല. എല്ലാ ഫൈറ്റും ഡ്രോയിലാണ് അവസാനിച്ചത്. ഇവർ വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ മിസ്റ്റർ 3 ലൂഫിയെ പിടിക്കുന്നതല്ലാതെ ഇവർക്ക് ഈ ജയൻസിനെയും പിടിക്കണം. അതുകൊണ്ട് ഒരു പിടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ ഒരു പ്ലാൻ ഇടും. അവൻ ഈ ജയന്റ് ആയിട്ടുള്ള ഡോറി കുടിക്കുന്ന ഡ്രിങ്കിൽ ഒരുപാട് ബോംബ് മിക്സ് ചെയ്യും, അതായത് ബോംബ് വെക്കും. ഇപ്പൊ ഈ കാര്യം ഒന്നും അറിയാത്ത ഡോറി അവൻ ആ ഡ്രിങ്ക് എടുത്ത് കുടിക്കുന്നു. ഡോറി അത് കുടിച്ചതും അവന്റെ വായിൽ വെച്ച് തന്നെ അത് പൊട്ടിത്തെറിച്ച് അവൻ ഒരുപാട് പരിക്കുപറ്റുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ലൂഫിയാണെന്ന് കരുതി ഡോറി ലൂഫിയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ലൂഫി അല്ലാതെ ചെയ്തതെന്നും പറഞ്ഞ് ലൂഫി ഡോറിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സമയത്താണ് അടുത്തൊരു അഗ്നിപർവ്വതം പൊട്ടുന്നത്. അങ്ങനെ 2 ജയൻസും പോയി ഫൈറ്റ് ചെയ്ത് അതിൽ ബ്രോഗി ജയിച്ചു. ഇതേ സമയത്താണ് അവിടേക്ക് മിസ്റ്റർ 3 വരുന്നത്. അയാൾ വന്ന ഉടനെ അവന്റെ പവർ ഉപയോഗിച്ച് ബ്രോഗിയെ പിടിച്ചു. അവന്റെ ഒരു ഡബിൾ ഫ്രൂട്ടിന്റെ പവറാണ്. അവന് മെഴുക് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇനി ഒരാളെ പിടിക്കണമെങ്കിൽ പിടിക്കാം, കാരണം അത്രയും സ്ട്രോങ് ആണ് ആ മെഴുക്. ഇപ്പൊ മിസ്റ്റർ 3 ബ്രോഗിയെ പിടിച്ചതല്ലാതെ വിവി, നാമി, സോറോ ഇവരെ 3 പേരെയും പിടിച്ച് മെഴുക് പ്രതിമകളാക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് അവിടേക്ക് മിസ്റ്റർ 5ഉം മിസ് വാലന്റൈനും വരുന്നു. സോ അവിടെ ഇപ്പൊ മുഴുവൻ ബൊറോക്ക് വർക്സിലെ 4 പേരുണ്ട്. സോ ഇനി 4 പേരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ലൂഫിയും ഊസോപ്പുമാണ്. അവസാനം ഈ ഒരു ഫൈറ്റില് ലൂഫിയും ഊസോപ്പും ചേർന്ന് അവരെ 4 പേരെയും തോൽപ്പിക്കുന്നു. അങ്ങനെ അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. അതുപോലെ ആ ജയൻസിന്റെ ഇടയിലുള്ള പ്രശ്നവും മാറി. ഇവിടെ ഇത്രയും ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല, അത് സാഞ്ചിയാണ്. സാഞ്ചി കാട്ടിലേക്ക് പോയി ഒരു ഡൈനോസറിനെ കൊന്നിട്ട് അതിനെ കറി വെക്കാൻ വേണ്ടി അവരുടെ ഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവന്റെ ക്രൂമേറ്റ്സ് വരുന്നത് വരെ അവിടെ കാത്തിരുന്നു. ഇങ്ങനെ കുറെ സമയമായിട്ടും അവിടേക്ക് ആരും വരാത്തതുകൊണ്ട് സാഞ്ചി കാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നു. അങ്ങനെ നടന്നു പോകുന്ന സാഞ്ചി അവിടെ വെച്ച് മിസ്റ്റർ 3യുടെ ഒരു ബേസ് കണ്ടു. സാഞ്ചി അതിന്റെ അകത്തേക്ക് കയറിയിരുന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റർ 3ക്ക് ഒരു കോൾ വരും. അത് വിളിക്കുന്നത് മറ്റാരുമല്ല, ക്രോക്കോഡൈലാണ്. എന്നിട്ട് ക്രോക്കോഡൈൽ ചോദിക്കും, നിനക്ക് തന്ന ജോലി നീ തീർത്തോ? അത് കേട്ട് സാഞ്ചി പറയും, അതൊക്കെ ഞാൻ തീർത്തു. സത്യത്തിൽ ക്രോക്കോഡൈൽ മിസ്റ്റർ 3ക്ക് കൊടുത്ത മിഷനാണ് ലൂഫിയെയും അവന്റെ ക്രൂവിനെയും പിടിക്കുന്നത്. ഇപ്പൊ സാഞ്ചി പറഞ്ഞത് കേട്ട് ക്രോക്കോഡൈൽ എല്ലാം വിശ്വസിക്കും. അതായത് ലൂഫിയുടെ ടീം തോറ്റുപോയെന്ന് വിചാരിക്കും. എന്നിട്ട് ക്രോക്കോഡൈൽ സാഞ്ചിയോട് പറയും, നിനക്ക് ഞാനൊരു ഇറ്റേണൽ പോസ് അവിടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നീ അലാബാസ്റ്റ കിങ്ഡത്തിലേക്ക് വരണം, അവിടെയാണ് ഇനി നിന്റെ അടുത്ത മിഷൻ എന്നൊക്കെ പറഞ്ഞ് ക്രോക്കോഡൈൽ ആ കോള് കട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് ഇറ്റേണൽ പോസുമായിട്ട് 2 പേര് വരുന്നു. അവരെ കാണുന്ന സാഞ്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ 2നെ അടിച്ചിട്ട് ആ ഇറ്റേണൽ പോസ് അവനെടുത്തു. ഇപ്പൊ ലൂഫിക്ക് ടീമിനും അലാബാസ്റ്റ കിങ്ഡത്തിലേക്ക് പോകാനുള്ള ഇറ്റേണൽ പോസ് കിട്ടി. അവർക്ക് ഇനി സ്ട്രെയിറ്റ് ആയിട്ട് അലാബാസ്റ്റ കിങ്ഡത്തിലേക്ക് എത്താം. അതിനുശേഷം ഡോറിയും ബ്രോഗിയും ലൂഫിയെയും ടീമിനെയും ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. കാരണം ഈ ഒരു ഐലൻഡ് വിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഗോൾഡൻ ഫിഷ് ഉണ്ടാവും, അത് ഇവർ അറ്റാക്ക് ചെയ്യുന്നതാണ് ഡോറിയും ബ്രോഗിയും അവരോട് പറഞ്ഞത്. സോ അവർ 2 പേരും പറഞ്ഞതുപോലെ ആ ഗോൾഡൻ ഫിഷ് അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിനെ അവർ 2 പേരും ചേർന്ന് കൊന്നിട്ട് ലൂഫിയും ടീമിനെയും പുറത്തേക്ക് പോകാൻ വേണ്ടി സഹായിക്കുന്നു. ശേഷം അടുത്തതായിട്ട് ഇവരിനി പോകുന്നത് ഡ്രം ഐലൻഡിലേക്കാണ്. ആ ഒരു സ്ഥലത്തേക്ക് ഇവർ അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല, ഒരു കാര്യത്തിന് വേണ്ടി അവരവിടേക്ക് എത്തിപ്പെടുന്നതാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിറ്റിൽ ഗാർഡിന് ശേഷം ഇവർ നേരെ അലാബാസ്റ്റയിലേക്കാണ് പോകുന്നത്. കാരണം അവർക്കിനി അവിടെ എത്താൻ വേറെ ഒന്നും വേണ്ട. അവിടേക്ക് എത്താനുള്ള ഇറ്റേണൽ പോസ് സാഞ്ചി സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർക്കിനി നേരിട്ട് അലാബാസ്റ്റയിലേക്ക് പോവാം. അങ്ങനെ ഇവര് അലാബാസ്റ്റയിലേക്ക് പോകുന്ന സമയത്താണ് നാമിക്ക് കടുത്ത പനി വരുന്നത്. പനി വന്നിട്ട് അവൾക്കൊരു അടി പോലും അനങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഇതിന് കാരണം ലിറ്റിൽ ഗാർഡനിൽ വെച്ച് അവളെ ഒരു ബഗ് കടിച്ചു, ഒരു ചെറിയ ജന്തു. പക്ഷെ ആ ഒരു ചെറിയ ജന്തു മതി ഒരാളെ ഈ ഒരു അവസ്ഥയിലാക്കാൻ. സോ നാമിക്ക് വയ്യാത്ത ഈ ഒരു അവസ്ഥയിൽ ഇവർ അടുത്തുള്ള ഒരു ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന വല്ല മെഡിക്കൽ സപ്പോർട്ടും കിട്ടി നാമിയെ രക്ഷിക്കാൻ പറ്റും എന്ന ഒരു ചിന്തയിലാണ് ഇവർ ഇനി അവിടേക്ക് പോകാൻ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് മറ്റൊരു പൈററ്റ്സ് ക്രൂ വന്ന് ഇവർ അറ്റാക്ക് ചെയ്യും. ആ ക്രൂവിന്റെ ക്യാപ്റ്റന്റെ പേരാണ് വേർപോൾ. അവനൊരു ഡബിൾ ഫ്രൂട്ട് യൂസറാണ്. അവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ എന്താന്ന് വെച്ചാൽ അവൻ എന്ത് വേണമെങ്കിലും തിന്നാൻ കഴിയും. അതിന് ഇരുമ്പായാലും മരമായാലും കല്ലായാലും അവൻ തിന്നും. അങ്ങനെ തിന്നുന്ന സാധനം അവന് തിരിച്ച് ഒരു വെപ്പണാക്കി മാറ്റാനും കഴിയും. അങ്ങനെ മാറ്റുന്ന വെപ്പൺസ് യൂസ് ചെയ്തിട്ടാണ് ഇവൻ ഫൈറ്റ് ചെയ്യുന്നത്. അതിന് പുറമെ ഇവന്റെ ക്രൂവിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവനിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ലൂഫിയും ടീമും അവനെ തോൽപ്പിച്ച് അടുത്തുള്ള ഐലൻഡിലേക്ക് പോകുന്നു. സോ ഈ ഒരു ഐലൻഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രം ഐലൻഡ്. ഈ ഒരു ഐലൻഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും മഞ്ഞാണ്. ഇപ്പൊ അവിടേക്ക് എത്തുന്ന ലൂഫിയും ടീമിനെയും ആ നാട്ടിലുള്ള ജനങ്ങൾ തടഞ്ഞു വെച്ചിട്ട് ഇനിയൊരടി മുന്നോട്ടേക്ക് വന്നാൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നൊരു രീതിയിലേക്ക് മാറി. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഇനി എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് ലൂഫിയും ബാക്കിയുള്ളവരൊക്കെ മുട്ടുകുത്തി നിന്ന് അവരോട് കാര്യം പറയും. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല,
ഞങ്ങളുടെ ക്രൂവിലുള്ള ഒരാൾക്ക് ഇപ്പോൾ തീരെ വയ്യ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആ നാട്ടിലുള്ള ജനങ്ങൾ അവരെ അകത്തേക്ക് കയറാൻ സമ്മതിച്ചു. എല്ലാ ജനങ്ങളുടെ കൂട്ടത്തിലും ഒരു ലീഡർ ഉണ്ടാവും. അതുപോലെ ഇവരുടെ നാട്ടിലെ ലീഡർ, അതായത് ഈ നാടിനെ സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരാളാണ് ഡാൾട്ടൺ. ഇയാളുടെ സമ്മതത്തോടു കൂടിയാണ് ഇവർ ഈ നാട്ടിലേക്ക് കയറാൻ സമ്മതിച്ചത്. സോ ഡാൾട്ടൺ ഒരു നല്ല മനുഷ്യനാണ്. അയാൾ ലൂഫിയെയും ടീമിനെയും സഹായിക്കാമെന്ന് പറഞ്ഞ് തന്റെ സ്വന്തം വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ നാടിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഈ നാട്ടിൽ ഒരേ ഒരു ഡോക്ടറേ ഉള്ളൂ, പക്ഷെ അവർ താമസിക്കുന്നത് മലയുടെ മുകളിൽ ഒരു കൊട്ടാരത്തിലാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ അവരെ കണ്ട് പേടിക്കും, കാരണം അവർക്ക് 140 വയസ്സുണ്ട്. ഇത് കേട്ട് ആരായാലും പേടിച്ചു പോയില്ലേ, ഒരു പ്രേതാണെന്ന് വരെ വിചാരിച്ചു പോകും. അത് തന്നെയാണ് ആ നാട്ടുകാർക്കും. എന്നിട്ട് ഡാൾട്ടൺ ലൂഫിയോട് പറയും, ഈ ഒരു സമയത്ത് അതിന്റെ മുകളിലേക്ക് കയറാൻ ഒരുപാട് കഷ്ടമാണ്, കാരണം മഞ്ഞും കാറ്റും നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് പോകുന്നത് ഇത്തിരി ഡേഞ്ചറാണ്. പക്ഷെ ലൂഫിക്ക് ഇതൊക്കെ എന്ത് ഡേഞ്ചർ, തന്റെ ക്രൂവിന് വേണ്ടി ഇതിലും വലിയ മല ചാടി കടക്കും, പിന്നെയല്ലേ ഈ ഒരു ചെറിയ മല എന്നൊരു രീതിയിൽ ലൂഫി നാമിയെ എടുത്തുകൊണ്ട് മല കയറാൻ തുടങ്ങി. ഇപ്പൊ നാമിയും ഊസോപ്പും ഡാൾട്ടനോട് ചോദിക്കും, ഇവിടെ എന്താ ഡോക്ടർമാർ അധികം ഇല്ലാത്തതിന്റെ കാരണം. അതിന് ഡാൾട്ടൻ അവരുടെ ഈ ഒരു ഐലൻഡിന്റെ പഴയ കഥ പറയും. ഈ ഒരു ഐലൻഡിന്റെ പഴയ രാജാവാണ് വാപ്പോൾ. ആരാണെന്ന് മനസ്സിലായില്ലേ? സോ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള മുഴുവൻ ഡോക്ടേഴ്സിനെയും അയാളുടെ പരിധിയിൽ കൊണ്ടുവന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇയാളുടെ അടുത്ത് ചെന്ന് പെർമിഷൻ വാങ്ങണം, എന്നാൽ മാത്രമേ ഡോക്ടറിനെ കാണാൻ പറ്റുള്ളൂ. എന്തൊരവസ്ഥ! ഇയാൾക്കൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഇയാളുടെ കാലിലേക്ക് വന്ന് വീഴണം. അതായത് ഏതൊരു കാരണവശാലും ഒരുത്തം പോലും ഇയാൾക്കതിൽ പ്രവർത്തിക്കാൻ പാടില്ല. സത്യം പറഞ്ഞ പുള്ളിക്കാരന് റെസ്പെക്ട് വേണം, അത് പിടിച്ചു വലിച്ചു തന്നെ വാങ്ങണം. ഇങ്ങനെ ഇയാൾ വളരെ സന്തോഷത്തോടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സ് വന്ന് ആ നാടിനെ അറ്റാക്ക് ചെയ്ത് അയാളെ തോൽപ്പിക്കുന്നത്. സോ ഈ ഒരു കാരണം കൊണ്ട് ഒരു പൈററ്റ് ആവാൻ വേണ്ടി വേൾപൂൾ അയാളുടെ ആൾക്കാരെയും അയാളുടെ കൂടെയുള്ള ഡോക്ടേഴ്സിനെയും കൊണ്ട് കടലിലേക്ക് സവാരി ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ഈ കഥയൊക്കെ കേട്ട് കഴിയുന്ന ഊസോപ്പിനും വീവിക്കും വേൾപൂൾ ആരാന്ന് മനസ്സിലായി. ഇവരിവിടേക്ക് വന്ന സമയത്ത് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്ന ആ ഒരു പൈററ്റ് തന്നെ. ഇതേ സമയത്ത് ലൂഫിയും നാമിയും അവരുടെ കൂടെ തന്നെ സാഞ്ചിയും ഉണ്ട്. ഇവര് 3 പേരും ചേർന്ന് കഷ്ടപ്പെട്ട് മഞ്ഞുമല കയറുന്നു. ലൂഫിക്ക് ഇപ്പൊ എന്ത് ചെയ്തിട്ടായാലും നാമിയെ രക്ഷിക്കണം. ഇപ്പോഴാണ് വേൾപൂളിനെ കാണിക്കുന്നത്. അവൻ അവസാനം ഡ്രം ഐലൻഡിലേക്ക് എത്തി. കാരണം ഇത്രയും നാളും ഈ നാട്ടിലേക്ക് വരാനുള്ള വഴി അറിയാതെ അവൻ കടലിലൂടെ തേരാപാര നടക്കുകയായിരുന്നു. എങ്ങനെയോ കഷ്ടപ്പെട്ട് വഴിയൊക്കെ കണ്ടുപിടിച്ച് അവൻ ഇപ്പോൾ ഇവിടേക്ക് എത്തി. അവിടേക്ക് എത്തിയ വാപ്പോള് വിളംബരം ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ സ്വന്തം രാജാവ് തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി പണിയെടുക്കണം. എന്ന വേൾപൂൾ ഇനി ഒരിക്കലും രാജാവാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡാൾട്ടൺ അവന്റെ ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് അവിടേക്ക് ലൂഫിയൻ ടീം എത്തിയ കാര്യം വേൾപൂൾ അറിയുന്നത്. ഉടനെ ലൂഫിയെ തോൽപ്പിക്കാൻ വേണ്ടി വേൾപൂൾ അവനെ തേടി പോകുന്നു. ഈ ഒരു സമയത്ത് നാമിയെ എടുത്തുകൊണ്ട് മഞ്ഞുമല കയറിക്കൊണ്ടിരിക്കുന്ന ലൂഫിക്കും സാജിക്കും നേരെ കാറ്റും മഞ്ഞും നല്ല ഫോഴ്സിൽ വരുന്നത് കൊണ്ട് അവർക്ക് പരിക്ക് പറ്റി. പക്ഷെ എങ്ങനെയൊക്കെയോ ലൂഫി കഷ്ടപ്പെട്ട് നാമിയും സാജിയും പിടിച്ച് മഞ്ഞുമലയുടെ മുകളിലെത്തി, അതായത് ആ കൊട്ടാരത്തിന്റെ അടുത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ ലൂഫിയുടെ ബോധം പോയി. ഇങ്ങനെ ഒരു 3 പേരും തളർന്നു പോകുമ്പോൾ അവരെ സഹായിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ കുറേഹ. ഡോക്ടറിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പേര് ടോണി ചോപ്പർ. ഒരു ചെറിയ ക്യൂട്ടായ റെയിൻഡിയർ. പക്ഷെ പുള്ളിക്കാരന് ആൾക്കാർ തന്നെ റെക്കോൺ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അതെന്താണെന്ന് നമുക്ക് പോകെ മനസ്സിലാകാം. സോ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആണ് ചോപ്പർ. അങ്ങനെ ഇവർ 2 പേരും ചേർന്ന് ലൂഫിക്കും നാമിക്കും സാജിക്കും ട്രീറ്റ്മെന്റ് കൊടുത്തു. ശേഷം കുറച്ച് കഴിയുമ്പോൾ ആദ്യം ബോധം വരുന്ന നാമിയോട് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. നിന്നെ ഒരു ചെറിയ പ്രാണി കടിച്ചിട്ടാണ് നിനക്ക് ഇതുപോലെയൊക്കെ ആയത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നീ മരിച്ചു പോയേനെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നീ ഇവിടെ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കുറേഹ പറയുന്നു. ഇതേ സമയത്ത് ബോധം വരുന്ന ലൂഫിയും സാജിയും വിശപ്പ് കൊണ്ട് ആദ്യം കാണുന്ന ചോപ്പറിനെ തന്നെ ഒരു സാധാ റെയിൻഡിയർ ആണെന്ന് കരുതി പിടിച്ചു തിന്നാൻ വേണ്ടി പുറകെ പോകുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ക്യൂട്ട് ചോപ്പർ ഒരു ബീസ്റ്റ് ചോപ്പറായിട്ട് മാറി രണ്ടിന്റെയും തലമണ്ട അടിച്ചു പൊട്ടിക്കും. എന്നാലും ലൂഫിയും സാജിയും പേടിപ്പിക്കുന്നതുകൊണ്ട് ചോപ്പർ അവിടുന്ന് ഓടിപ്പോയി. അപ്പൊ ലൂഫി സാജിയോട് പറയും, നമുക്ക് എന്തായാലും ഇവനെ നമ്മുടെ ക്രൂവിൽ ചേർക്കണമെന്ന്. ഇവിടെ നാമി കുറേഹയോട് ചോപ്പറിനെ പറ്റിയുള്ള കാര്യം ചോദിക്കും. ഈ റെയിൻഡിയർ എന്തിനങ്ങനെ ആൾക്കാരെ കാണുന്ന സമയത്ത് പേടിച്ച് മാറിപ്പോകുന്നത്, അതുപോലെ ഇവൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടുന്ന് ഇവനെ കിട്ടിയത് എന്നൊക്കെ നാമി ചോദിക്കുമ്പോൾ കുറേഹ ചോപ്പറിന്റെ കഥ നാമിക്ക് പറഞ്ഞു കൊടുക്കും. ചോപ്പർ ജനിച്ച സമയത്ത് അവൻ എല്ലാ റെയിൻഡിയേഴ്സിനെയും പോലെ സാധാ ഒരു റെയിൻഡിയർ ആയിരുന്നു. പക്ഷെ മറ്റ് റെയിൻഡിയേഴ്സിനെ പോലെ അല്ലായിരുന്നു അവന്റെ മൂക്ക്. അവന്റെ മൂക്കിന്റെ നിറം ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട് ബാക്കിയുള്ള റെയിൻഡിയേഴ്സ് ഒക്കെ അവൻ അകറ്റി നിർത്തി. അതിനുശേഷം ഒരു ദിവസം ചോപ്പർ ഒരു ഡബിൾ ഫ്രൂട്ട് തിന്നു. അതോടെ ചോപ്പറിന്റെ രൂപം മാറി. അവനൊരു മനുഷ്യനെ പോലെയായി. അതായത് മനുഷ്യനും റെയിൻഡിയർ ചേർന്ന ഇപ്പോഴത്തെ അവന്റെ രൂപത്തിലേക്കായി. ഇത് കാരണം അവന്റെ ആ ഒരു ഫാമിലി, അവന്റെ ആ ഒരു റെയിൻഡിയർ ഗ്രൂപ്പ് അവനെ പുറത്താക്കി. അതായത് അവരിലേക്ക് ഇനി ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ അടിച്ചു ഓടിച്ചു. ആദ്യം ചോപ്പർ ഒരു മോൺസ്റ്ററിനെ പോലെയുള്ള ഒരു വലിയ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ രൂപത്തിൽ അവനെ കാണുന്ന മനുഷ്യര് അവനെ ഷൂട്ട് ചെയ്യാനും അവനെ കൊല്ലാനും ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം മനുഷ്യരെ ആക്രമിച്ച് മരിക്കാറായി കിടക്കുന്ന ചോപ്പറിനെ ഹീർലുക്ക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ രക്ഷപ്പെടുത്തി. ഈ ഹീർലുക്ക് ഒരു ഒറിജിനൽ ഡോക്ടർ അല്ല, ഒരു ഫ്രോഡുലന്റ് ഡോക്ടറാണ്. അതായത് കാര്യങ്ങളെല്ലാം അറിയാം എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ഒരു ഡോക്ടർ. പക്ഷേ ഹീർലുക്കിന് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണെന്നാണ് വില്ലേജിലെ ആൾക്കാർക്കൊക്കെ വിശ്വാസം. അവർക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സമയത്തൊക്കെ ഹീർലുക്ക് അവരെ പോയി സഹായിക്കും. അതിനുശേഷം രക്ഷപ്പെട്ട ചോപ്പർ ഹീർലുക്കിന്റെ കൂടെ അങ്ങ് താമസാക്കി, ഒരു അസിസ്റ്റന്റിനെ പോലെ. ഹീർലുക്കിന് അവന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതായത് അവനൊരു പ്രൊജക്ട് ചെയ്യണം. ആ പ്രൊജക്റ്റാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ സന്തോഷിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത്. അതിനു പകരം അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊരു അസുഖം വരില്ല എന്നാണ് ഹീർലുക്കിന്റെ ഒരു വിശ്വാസം. ഹീർലുക്കിന്റെ ആഗ്രഹപ്രകാരം അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ
അവിടെ ചെറി ബ്ലോസം വരണം. പക്ഷെ ചെറി ബ്ലോസം ഒരിക്കലും ഈ മഞ്ഞിൽ നടക്കില്ല. അത് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ നടക്കാത്ത കാര്യത്തെ നടത്തി കാണിച്ചു കൊടുക്കുന്നതാണ് ഹിയർലുക്കിന്റെ ഈ പ്രൊജക്ട്. ആ ഒരു പ്രൊജക്ടിന് വേണ്ടി ചോപ്പറും അയാളെ സഹായിക്കും. ഈ ടോണി ചോപ്പർ എന്ന പേര് അയാളാണ് ഇവന് വെച്ചത്. അത് കഴിഞ്ഞൊരു ദിവസം ഹിയർലുക്ക് അയാൾക്ക് വേണ്ടി ഒരു ഫ്ലാഗ് ഡിസൈൻ ചെയ്യും. എന്നിട്ട് ചോപ്പറിന് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതാണ് നമ്മുടെ വിശ്വാസം. കടലിൽ പൈററ്റ്സ് ഫൈറ്റ് ചെയ്യുന്നത് അവർക്കൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ നമ്മളും നമ്മുടെ ഡ്രീമിന് വേണ്ടി പോരാടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാളുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ആ ഫ്ലാഗിന്റെ ഡിസൈൻ ഒരു തലയൊട്ടി, അതിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ ബ്ലോസം. ഇതാണ് അവരുടെ ഫ്ലാഗ്, ഇതാണ് അവരുടെ വിശ്വാസം. പക്ഷെ ഒരു ദിവസം ഹിയർലുക്കിന് ഒരു അസുഖം വന്നു. അത് അറിഞ്ഞ ഉടനെ ഹിയർലുക്ക് നേരെ കുറേഹയുടെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് എന്താ അസുഖമുണ്ട്, അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഹിയർലുക്കിനെ ചെക്ക് ചെയ്ത് നോക്കുന്ന കുറേഹയ്ക്ക് അവന്റെ അസുഖം മനസ്സിലായി. നിനക്കിനി വെറും 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞാൽ നീ മരിച്ചു പോകും എന്ന് കുറേഹ ഹിയർലുക്കിനോട് പറയുമ്പോൾ ഹിയർലുക്ക് അവളോട് പറയും, ഞാൻ മരിച്ചതിന് ശേഷം ചോപ്പറിനെ നിന്റെ കൂടെ നിർത്തണം. അവൻ എന്നിട്ട് മെഡിസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഉറപ്പുണ്ട് അവന്റെ ദിവസം നല്ലൊരു ഡോക്ടറായിട്ട് മാറും. പക്ഷേ ഇവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പുറത്തു നിന്ന് ചോപ്പർ കേട്ടു. എന്നിട്ട് ചോപ്പർ ഹിയർലുക്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങും. അതായത് ഈ ഐലൻഡിലുള്ള എല്ലാ മരുന്നിന്റെ ഡീറ്റെയിൽസും ഹിയർലുക്ക് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹിയർലുക്കിനെ രക്ഷിക്കാൻ വേണ്ടി ചോപ്പർ ആ ബുക്ക് നോക്കുന്ന സമയത്ത് അതിലൊരു പേജിൽ മാത്രം ഒരു തലയൊട്ടിയുടെ സിമ്പിൾ ഉണ്ട്. സോ ഹിയർലുക്ക് നേരത്തെ ഉണ്ടാക്കിയ ഫ്ലാഗിലെ ചിഹ്നം ഇത് തന്നെ. അത് കാണിച്ചു കൊടുത്ത് ഹിയർലുക്ക് പറഞ്ഞതോ അത് നമ്മുടെ ഹോപ്പ് ആണെന്ന്. അപ്പൊ ചോപ്പർ വിചാരിച്ചത് ഈ സിമ്പിളിലുള്ള മരുന്ന് കൊടുത്താൽ ഹിയർലുക്കിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആ സിമ്പിളിലുള്ള മരുന്ന് തേടി ചോപ്പർ ഒരുപാട് ദൂരം പോകും. കഷ്ടപ്പെട്ട് മലയും കാടൊക്കെ കടന്ന് അവസാനം അവൻ തേടി വന്നൊരു മരുന്ന്, അതായത് ഒരു മഷ്റൂം അവൻ കണ്ടുപിടിക്കും. എന്നിട്ട് അത് പറിച്ചു കൊണ്ടുവന്ന് ഹിയർലുക്കിനോട് പറയും, ഈ മഷ്റൂം നിങ്ങൾ തിന്നാൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അത് കേട്ട് ഹിയർലുക്ക് ചോപ്പറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് ഹിയർലുക്ക് ആ മഷ്റൂം തിന്നുന്നു. ഇതേ സമയത്ത് വേൾപൂൾ അയാളുടെ കൂടെയുള്ള 20 ഡോക്ടേഴ്സിനും ഒരു വലിയ രോഗം വന്ന് അവരിപ്പം മരിക്കാറായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് ആ നാട് മൊത്തം അറിയിക്കും. സത്യത്തിൽ ഈ 20 ഡോക്ടേഴ്സിനും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ കാരണം ഈ ഐലൻഡിൽ മുഴുവൻ 22 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ 20 ഡോക്ടേഴ്സ് മാത്രമേ വേൾപൂളിന് വേണ്ടി ജോലി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 2 പേരാണ് കുറേഹയും ഹിയർലുക്കും. ഇവരെ 2 പേരെയും ആദ്യം വേൾപൂള് അയാളുടെ കീഴിൽ വന്ന് ചേരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ ഇവർക്ക് 2 പേർക്കും അതിന് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുത്തിയാൽ അവർ 2 പേരും ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി വേൾപൂളിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ അവിടേക്ക് വരുന്ന അവരോട് അവസാനമായിട്ട് വേൾപൂൾ അയാളുടെ കൂടെ ചേരാൻ വേണ്ടി ആവശ്യപ്പെടും. പക്ഷെ അതിന് അവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് അവരെ കൊല്ലാനാണ് വേൾപൂളിന്റെ പ്ലാൻ. ഇതിനു വേണ്ടിയായിരുന്നു 20 ഡോക്ടേഴ്സിന് വയ്യ എന്നൊരു പച്ചക്കള്ളം വേൾപൂൾ നാട് മൊത്തം പറഞ്ഞു വരുത്തിയത്. അങ്ങനെ ഡോക്ടേഴ്സിന് വയ്യ എന്നുള്ള കാര്യം ഹിയർലുക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഹിയർലുക്ക് ചോപ്പറിനോട് പറയും, ഈ 20 ഡോക്ടേഴ്സിനെയും ഞാൻ പോയി രക്ഷിക്കാൻ പോവാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നാടിന്റെ ഫ്യൂച്ചർ തന്നെ തകർന്നു പോകും എന്ന് പറഞ്ഞ് ഹിയർലുക്ക് കൊട്ടാരത്തിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് ചോപ്പറിന്റെ അടുത്തേക്ക് കുറേഹ വരുന്നത്. കാരണം ഹിയർലുക്ക് നേരത്തെ കുറേഹയോട് പറഞ്ഞതാണ്, താൻ മരിച്ചാൽ ചോപ്പറിനെ തനിച്ചാക്കരുത്, അവനെ നിന്റെ കൂടെ കൊണ്ടുപോയി ഒരു അസിസ്റ്റന്റ് ആക്കണമെന്ന്. അങ്ങനെ അസിസ്റ്റന്റിനെ കൊണ്ടുപോകാൻ വരുന്ന കുറേഹയോട് ചോപ്പർ പറയും, ഇനി അതിന്റെ ആവശ്യമില്ല, കാരണം ഞാൻ കണ്ടുപിടിച്ച ഈ മരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗമെല്ലാം മാറി എന്ന് പറഞ്ഞ് ചോപ്പർ ആ മഷ്റൂം കാണിച്ചു കൊടുക്കും. അത് കണ്ട് ദേഷ്യം പിടിക്കുന്ന കുറേഹ ചോപ്പറിനെ അടിക്കും. നീ എന്തു പണിയാടാ ചെയ്തു വെച്ചത്, നീ കൊടുത്തത് മരുന്നല്ല, അത് വിഷമാണ്, അതുകൊണ്ട് ഇനി കുറച്ച് സമയം കൊണ്ട് അവൻ മരിച്ചു പോകും. അത് കേൾക്കുന്ന ചോപ്പർ വിഷമിക്കും. കാരണം തന്റെ കൈകൊണ്ടാണ് ഹിയർലുക്ക് ഇത്ര പെട്ടെന്ന് മരിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം ആലോചിച്ച്. ഹിയർലുക്കിന് അത് വിഷമാണെന്ന് അറിയാം, എന്തായാലും മരിക്കാൻ പോവാണ്. സോ ചോപ്പറിനെ സങ്കടപ്പെടുത്തിയിട്ട് മരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അയാൾ അത് വാങ്ങി തിന്നത്. ഇവിടെ കൊട്ടാരത്തിലേക്ക് എത്തിയ ഹിയർലുക്കിനോട് വാപ്പോൾ അവന്റെ പ്ലാൻ എന്താണെന്ന് പറയും. നീ എന്റെ കൂടെ വന്ന് ചേരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പക്ഷെ ഹിയർലുക്ക് അത് അക്സെപ്റ്റ് ചെയ്യില്ല. എന്നിട്ട് ഹിയർലുക്ക് പറയും, ഞാൻ എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ മരിക്കും, എന്നാലും ഞാൻ നിന്റെ കൂടെ വന്ന് ചേരില്ല എന്ന് പറഞ്ഞ് ഹിയർലുക്ക് അവന്റെ കയ്യിലുള്ള എക്സ്പ്ലോസീവ് പുറത്തെടുക്കും. അതായത് കെമിക്കൽ ബോംബ്. അവന്റെ കയ്യിൽ വെള്ളം പോലെ ഒരു കെമിക്കൽ ബോംബ് ഉണ്ട്, അതെടുത്ത് അവൻ കുടിക്കും. ഉടനെ ഹിയർലുക്ക് അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. ഇതേ സമയത്താണ് അവിടേക്ക് ചോപ്പർ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. ഉടനെ അവൻ അവന്റെ പഴയ ബീസ്റ്റ് രൂപത്തിലേക്ക് മാറി വേൾപൂളിനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷെ അന്ന് വേൾപൂളിന്റെ സോൾജേഴ്സിൽ ഡാൾട്ടൺ ഉണ്ടായിരുന്നു. അവനൊരു ഡബിൾ ഫ്രൂട്ട് യൂസറാണ്. അവന്റെ പവർ എന്താന്ന് വെച്ചാൽ അവനൊരു മൃഗമായിട്ട് മാറാൻ കഴിയും. അതൊരു കാളയായിട്ടാണ്. അതായത് ചോപ്പറിന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ അവൻ ഡബിൾ ഫ്രൂട്ട് തിന്നപ്പോൾ അവന് മനുഷ്യന്റെ ക്വാളിറ്റീസും മനുഷ്യനെ പോലെ സംസാരിക്കാനും നടക്കാനും ചിന്തിക്കാനും കഴിഞ്ഞു. അതുപോലെയാണ് ഡാൾട്ടന്റെ കാര്യവും. അവൻ ഓൾറെഡി ഒരു മനുഷ്യനാണ്, അതിന്റെ കൂടെ ഒരു മൃഗത്തിലേക്ക് മാറാനുള്ള ഡബിൾ ഫ്രൂട്ട് തിന്നപ്പോൾ അവൻ ആ മൃഗത്തിന്റെ ക്വാളിറ്റീസ് കൂടി കിട്ടി. അവന് മാറാൻ പറ്റുന്നത് ഒരു കാളയുടെ രൂപത്തിലേക്കാണ്. സോ അതിന്റേതായ പവർ ഡാൾട്ടൻ ഉണ്ട്. ഇപ്പൊ വാപ്പോളിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ബീസ്റ്റ് ചോപ്പറിനെ ഡാൾട്ടൺ അവന്റെ കാളയുടെ രൂപത്തിലേക്ക് മാറി ഒരുപാട് തല്ലും. എന്നിട്ട് ഡാൾട്ടൺ അവനെ തടഞ്ഞു നിർത്തിയിട്ട് പറയും, നീ അകത്തേക്ക് പോകരുത്, നീ അവിടേക്ക് പോയാൽ നിന്നെ വാപ്പോള് കൊല്ലും. ഹിയർലുക്ക് അവന്റെ ജീവൻ കൊടുത്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ നീ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞ ഡാൾട്ടൺ ചോപ്പറിനെ അവിടുന്ന് പറഞ്ഞയക്കും. അത് കഴിഞ്ഞ് ഡാൾട്ടൺ അവന് ഹിയർലുക്കിന് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെയാണ് ഹിയർലുക്ക് ഓരോ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഹിയർലുക്ക് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഡാൾട്ടന് ഹിയർലുക്കിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഡാൾട്ടൺ കാരണമാണ് ഹിയർലുക്ക് മരിച്ചത് എന്ന കുറ്റബോധത്തിൽ ഡാൾട്ടൺ വാപ്പോളിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ജോലി രാജിവെക്കും. ഡാൾട്ടൺ വാപ്പോളിന്റെ ഒരു റോയൽ ഗാർഡായിരുന്നു. ആ ഒരു പൊസിഷനിൽ നിന്നാണ് ഡാൾട്ടൺ ഇപ്പോൾ രാജിവെച്ചത്. ഈ ഒരു കാരണം കൊണ്ട് വാപ്പോൾ ഡാൾട്ടനെ കുറെ കാലം ജയിലിലടയ്ക്കും. അതിനുശേഷമാണ് അവിടേക്ക് ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സ് വന്ന് അവിടെയുള്ള ജനങ്ങളെ ആക്രമിച്ചതും വാപ്പോളിനെ തോൽപ്പിച്ചതും. അങ്ങനെ വാപ്പോൾ ഒരു പൈററ്റ് ആവാൻ വേണ്ടി കടലിലേക്ക് പോയി. ചോപ്പർ ആണെങ്കിൽ കുറേഹയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞ 6 വർഷം അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തു. അങ്ങനെ കുറേഹയ്ക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ചോപ്പറിനും അറിയാം.
ചോപ്പർ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കുറേഹ ഈ കഥ മുഴുവൻ ലൂഫി ആൻഡ് ടീമിനോട് പറഞ്ഞു തീരുമ്പോൾ ലൂഫിക്ക് ചോപ്പറിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ലൂഫിയെ തോൽപ്പിക്കാൻ വാപ്പോളും അവന്റെ ടീമും അവിടേക്ക് വരുന്നത്. വാപ്പോളിന്റെ ഒരേ ഒരു ലക്ഷ്യം ലൂഫിയെ തോൽപ്പിച്ചതിന് ശേഷം അവന്റെ പഴയ കൊട്ടാരവും അവന്റെ ആ സ്ഥാനവും വീണ്ടെടുക്കണം. അങ്ങനെ ലൂഫിക്കും വാപ്പോളിനിടയിലും ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. വാപ്പോളിന്റെ കൂടെ വന്ന ആൾക്കാരുടെ കൂടെ ചോപ്പറും ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് താഴെ വില്ലേജിൽ വാപ്പോളിന്റെ കുറച്ച് ആൾക്കാർ ജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടാവും. അവരെയൊക്കെ ഡാൾട്ടൻ അടിച്ചു തോൽപ്പിക്കും. എന്നിട്ട് വാപ്പോള് പിടിച്ചു വെച്ച 20 ഡോക്ടേഴ്സിനെ രക്ഷിക്കുന്നു. ഇവിടെ കൊട്ടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്റില് ചോപ്പർ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന വാപ്പോളിന്റെ ആൾക്കാരെ തോൽപ്പിച്ചു. അതുപോലെ ലൂഫി കഷ്ടപ്പെട്ട് വാപ്പോളിനെയും തോൽപ്പിക്കുന്നു. അതിനുശേഷം പണ്ട് ഹീർലുക്കിന് ചെയ്തു തീർക്കാൻ പറ്റാതെ പോയ ആ പഴയ ചെറി ബ്ലോസത്തിന്റെ പ്രൊജക്ട് അതിപ്പോൾ ഡോക്ടർ കുറേഹ ചെയ്യുന്നു. അങ്ങനെ ആകാശത്തെ ചെറി ബ്ലോസത്തിന്റെ ക്ലൗഡ് വന്ന് അതെന്താ പറയാ ആകാശത്ത് നിന്ന് ചെറി ബ്ലോസം പെയ്യുന്നത് പോലെ ആ ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായി. ഇങ്ങനെ ഇത് കണ്ടിട്ട് ആ നാട്ടിലുള്ള ജനങ്ങൾ സന്തോഷിക്കുന്നു. ഇതായിരുന്നു സത്യത്തിൽ ഹീർലുക്കിന് വേണ്ടത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുശേഷം ചോപ്പർ ലൂഫിയുടെ ക്രൂവിലൊന്ന് ചേരും. കാരണം ചോപ്പറിനും ഒരു പൈററ്റ് ആവാൻ ആഗ്രഹമുണ്ട്. പണ്ട് ഹീർലുക്ക് ചോപ്പറിനോട് പറഞ്ഞിരുന്നു പൈററ്റ്സ് തങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തു ചെയ്യും, അതിന് ഏതറ്റം വരെയും പോകും, അങ്ങനെ ചെയ്യാൻ അവർക്കൊരു വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് ഹീർലുക്ക് ചോപ്പറിന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ചോപ്പർ തന്റെ ആഗ്രഹത്തിന് വേണ്ടി തനിക്ക് ഒരു അഡ്വഞ്ചറിന് പോകാൻ ഇഷ്ടമായതുകൊണ്ട് ലൂഫിയുടെ ക്രൂവിലൊന്ന് ചേർന്നു. പിന്നെ നടക്കുന്നത് ഈ ഡ്രം ഐലൻഡിന്റെ രാജാവായിട്ട് അവർ ഡാൾട്ടനെ തെരഞ്ഞെടുത്തു. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഡാൾട്ടൻ രാജാവാവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അവർ ഡാൾട്ടനെ രാജാവാക്കി. അതിനുശേഷം ഡാൾട്ടനും കുറേഹയും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഡാൾട്ടന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്ന് ലൂഫിയുടെ വാണ്ടഡ് പോസ്റ്റർ കൊടുക്കും. അത് കാണുന്ന ഡാൾട്ടൻ നിനക്ക് ആരെ ഈ പോസ്റ്റർ തന്നതെന്ന് ചോദിക്കും. അതിന് അയാൾ പറയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് ഒരുത്തൻ വന്നിരുന്നു. അവൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടേക്ക് സ്ട്രോ ഹാറ്റ് ഇട്ടൊരു പയ്യൻ വന്നാൽ അവന് വേണ്ടി ഞാൻ അലാബസ്റ്റ കിങ്ഡത്തിൽ കാത്തിരിക്കുകയാണെന്ന് അവനോട് പറയണം. എന്റെ പേര് എയ്സ് ആണെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. ഈ ഒരു എയ്സിനെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്രേ ഉള്ളൂ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. സോ എയ്സ് ലൂഫിയെ അലാബസ്റ്റ കിങ്ഡത്തിൽ കാത്തിരിക്കുന്ന കാര്യം അവർക്ക് പറയാൻ പറ്റിയില്ല. അതിനു മുന്നേ ലൂഫിയും ടീമും ഇവിടെ നിന്ന് അലാബസ്റ്റയിലേക്ക് പോയി. അതുകൊണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ആർക്കാണ് അലാബസ്റ്റ ആർക്ക്.